പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലാണ് അവിടെ ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഇത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയ്ക്കൊക്കെ അടുത്തായിട്ട് ചോറ്റാനിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ക്ഷേത്രം ഉള്ളത്. മെയിനായിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ചോറ്റാനിക്കര രാജരാജേശ്വരി ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്. ഒരുപാട് ആളുകൾ ഞാൻ വന്നപ്പം ഇന്നൊരു സൺഡേ ദിവസമായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലും മലയാളികളെ കാണാനായിട്ടും കൂടുതൽ അന്യ സംസ്ഥാനക്കാർ, ഇപ്പം തമിഴ് സംസാരിക്കുന്നവരായിക്കോട്ടെ, തെലുങ്ക് സംസാരിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾ, ഒരുപാട് ആളുകളെയാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് കണ്ടത്. അതിനർത്ഥം നമ്മുടെ കേരളത്തിലെന്നല്ല, കേരളത്തിന് പുറത്തും ഒരുപാട് ആളുകൾ ചോറ്റാനിക്കര അമ്മേനെ തൊഴാനായിട്ടും ഇന്ന് വന്ന് കാണാനായിട്ട് കൊതിക്കുന്ന ഒത്തിരി ആളുകളുണ്ടെന്ന് മനസ്സിലായി. അത്രയും പവർഫുള്ളാണ് ഇവിടെ വന്ന് ദേവീനെ വന്ന് തൊഴുമ്പോഴും ഇവിടെ വന്ന് ഒരുപാട് ആളുകൾ വഴിപാട് ചെയ്യുമ്പോഴൊക്കെ അവർക്ക് അത്രയും വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ ഇവിടെ വന്ന് ഇത്രയും ദൂരം വന്നിട്ട് പോണത്. ഇത് ഒരു ഒറ്റപ്പെട്ട ഏരിയയിലുള്ള ക്ഷേത്രമൊന്നുമല്ല കേട്ടോ, നഗരത്തിനുള്ളിൽ തന്നെയുള്ളൊരു ക്ഷേത്രമാണ്. നമ്മളിപ്പോൾ റോഡിൽ കൂടെ പോകുകയാണെന്നുവെച്ചെങ്കിൽ ഇത്രയും വലിയൊരു ക്ഷേത്രം ഇവിടെ ഉണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്നാലേ അത് അറിയാൻ പറ്റുള്ളൂ. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഇവിടെ ഒരുപാട് ലോഡ്ജുകളും അതുപോലെ ടൂറിസ്റ്റ് ഹോമുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ താമസിക്കേണ്ടവർക്കൊക്കെ ഇവിടെ ഒന്ന് താമസിക്കാം. ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്യാം. ടൂ വീലറും അതുപോലെ വലിയ വലിയ ട്രാവലർ വണ്ടികളൊക്കെ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നല്ല തിരക്കുള്ള ഒരു ദിവസം തന്നെയായിരുന്നു. ഇപ്പം നിങ്ങൾ എറണാകുളം ഭാഗത്തു നിന്നാണ് വരുന്നത് വെച്ചെങ്കിൽ ഇവിടേക്ക് 15 കിലോമീറ്റർ ദൂരം വരുന്നുള്ളൂ കേട്ടോ. അതുപോലെ എടപ്പള്ളി ഭാഗത്തു നിന്നൊക്കെയാണ് വരുന്നത് വെച്ചെങ്കിൽ ഏകദേശം 18 കിലോമീറ്റർ ദൂരം വരുന്നുള്ളൂ. ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് എത്താവുന്ന ഒരു ദൂരമേ ഉള്ളൂ ചോറ്റാനിക്കര ഈ ക്ഷേത്രത്തിലേക്ക്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെന്ന് വെച്ചെങ്കിൽ 4 ഭാഗത്തും 4 ദിക്കിലും എൻട്രൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മേൽക്കാവ് കീഴ്ക്കാവ് എന്ന് പറഞ്ഞിട്ട് 2 ക്ഷേത്രങ്ങളാണ് ഉള്ളത്. മേൽക്കാവിലാണ് 3 രൂപത്തിൽ ദേവീനെ ആരാധിക്കുന്നത്. രാവിലെ സരസ്വതിയായിട്ടും ഉച്ചയ്ക്ക് ലക്ഷ്മിയായിട്ടും അതുപോലെ വൈകിട്ട് ദുർഗാദേവി ആയിട്ടാണ് ഇവിടെ ദേവീനെ ആരാധിക്കുന്നത്. പിന്നെ കീഴ്ക്കാവിലാണെങ്കിൽ ഭദ്രകാളി രൂപത്തിലാണ് ദേവീനെ ആരാധിക്കുന്നത്. അതുകൂടാതെ വിഷ്ണു നാഗങ്ങളും ശിവപ്രതിഷ്ഠയെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. രാവിലെ മുതൽ തന്നെ ഒരുപാട് ആളുകൾ അമ്പലത്തിനുള്ളിലേക്ക് കയറാനുള്ള ആളുകളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. ഒരുപാട് ആളുകൾ ക്യൂ ആയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്നത്. നല്ല തിക്കും തിരക്കായിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ച സമയമാകുമ്പോഴേക്കും നട കുറച്ച് നേരം അടച്ചിട്ടിട്ട് പിന്നീടാണ് ലക്ഷ്മി ദേവിയായിട്ട് നട തുറക്കും. അതിനുശേഷം വീണ്ടും ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ വൈകിട്ട് വരെ നമുക്ക് പ്രവേശിക്കാം കേട്ടോ. പിന്നെ രാത്രി ആകുമ്പോഴേക്കും ദുർഗാദേവിക്ക് വേണ്ടിയിട്ട് നട അടയ്ക്കലും പൂജയും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ട് നടക്കുന്നത്. ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മകം തൊഴലാണ് കേട്ടോ. അത് നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഉത്സവമാണ്. ഒരുപാട് ആളുകൾ വന്നു വരുന്നൊരു ഉത്സവം തന്നെ പറയാം മകം തൊഴൽ. കുംഭമാസത്തിലെ മകം നാളിലാണ്, ഏകദേശം ഒരു മാർച്ച് ഫെബ്രുവരി മാസത്തിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്. ക്ഷേത്രത്തിലെ മെയിനായിട്ടുള്ള വഴിപാടുകളാണ് കേട്ടോ ഈ ഒരു ബോർഡിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാടെന്ന് പറയുന്നത് 12,000 പുഷ്പാഞ്ജലി, അതുപോലെ മണ്ഡപത്തിൽ പാട്ടുമാണ് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ റേറ്റ് ഇതിൽ നോക്കിയപ്പം നല്ല റേറ്റ് വരുന്ന 2 വഴിപാടുകളാണ്. ഈ 2 വഴിപാടിനും നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. അത് ദേവിക്ക് പ്രധാനപ്പെട്ട വഴിപാട് എന്നാണ് കേട്ടോ പറയുന്നത്. അതുകൂടാണ്ട് വേറെ ഒരുപാട് വഴിപാടുകളുണ്ട്. പറ വഴിപാടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരുപാട് പറകളൊക്കെ വെച്ചിട്ട് ഒരുപാട് ആളുകൾ ആ വഴിപാടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഗുരുതി പുഷ്പാഞ്ജലിയും പട്ടും തലയും ചേർത്ത് അങ്ങനത്തെ കുറേയധികം വഴിപാടുകൾ ദേവി ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരുപാട് വഴിപാടുകളൊക്കെ ഉണ്ട്. ഒരു ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മെൻ്റലി
എന്താ പറയുക, നോർമൽ അല്ലാത്ത ആളുകൾ, അതായത് ഈ നമ്മൾ ബാധ കീറുക എന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ കൊടുന്ന് പ്രാർത്ഥിക്കുകയും അതിൻ്റേതായ രീതിയിലുള്ള വഴിപാടുകളൊക്കെ ചെയ്യുമ്പം അതെല്ലാം ഇല്ലാതായി പോകും എന്നാണ് വിശ്വാസം. അപ്പോൾ അതിൻ്റെ 1-2 ഉദാഹരണം, അതായത് 1-2 ആളുകളെ ഞാനിവിടെ കണ്ടു കേട്ടോ. നമുക്ക് ശാരീരികമായിട്ടെന്നല്ല, നമുക്കിപ്പോൾ നമ്മുടെ വീടുകളിലും ഇതുപോലെയുള്ള ബാധാദോഷം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ ഉള്ളിലേക്ക് കയറാനായിട്ട് മെയിനായിട്ടുള്ള ക്യൂ അല്ലാതെ ഈ സ്ത്രീകൾക്ക് മാത്രം കയറാനായിട്ട് ക്യൂ ഉണ്ട് കേട്ടോ. അത് നടയുടെ വലതുവശത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ നിങ്ങൾ സ്ത്രീകൾ മാത്രമാണ് വരുന്നതെങ്കിൽ ആ വഴി കയറാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നേരമൊന്നും കാത്തു നിൽക്കേണ്ടി വന്നില്ല, പെട്ടെന്ന് കയറിയിട്ട് തൊഴാൻ പറ്റി. പിന്നെ ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് കല്യാണങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതാണ് ഇത്രയും തിരക്ക് ഇവിടെ കാണുന്നത്. പിന്നെ ഈ വരുന്നത് സ്കൂളിൽ നിന്ന് പിള്ളേർ ഒരുപാട് പേരായിട്ട് അമ്പലത്തിലേക്കായിട്ട് തൊഴാനായിട്ട് വന്നതാണ്. ജസ്റ്റ് നമ്മൾ ടൂറൊക്കെ പോണ പോലെ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത്. ഇത് കീഴ്ക്കാവിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പം ഒരുപാട് സ്റ്റെപ്പുകൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം. കീഴ്ക്കാവെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഭദ്രകാളിനെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പം അവിടേക്ക് ഇറങ്ങിയപ്പം ഒരുപാട് ആളുകൾ അവിടെയും തൊഴാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ ഇവിടുത്തെ ക്ഷേത്രകുളം ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. അപ്പം അതും ഇവിടെ കാണാം. ഇവിടെ ഈ ഒരു ആൽമരത്തിൽ ഒരുപാട് പാവകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കണ്ടു. അത് ഈ കുട്ടികൾ ഉണ്ടാവാനായിട്ട് വഴിപാടായിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ കീഴ്ക്കാവിലും തൊഴുത് കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴി കൂടെ തന്നെയാണ് തിരിച്ചു പോണത്. ഈ വഴി ലെഫ്റ്റിലേക്ക് പോയാലാണ് ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു ചെറിയൊരു എമൗണ്ട് പേയ്മെൻ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു അമ്പലത്തിലേക്ക് കയറാനായിട്ട് ഒരുപാട് എൻട്രൻസുകളുണ്ട്. അപ്പം അതിലൊരു വഴിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേവിയുടെ ഉച്ച സമയത്തുള്ള പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പാണെന്നുണ്ട് എനിക്ക് തോന്നണേ. അപ്പം അതെനിക്ക് നേരിലൊന്ന് കാണാൻ പറ്റി. ദേവിയുടെ ആ ഒരു വിഗ്രഹമാണ് കേട്ടോ ഈ കൊണ്ടുപോകണത്. അപ്പോൾ ഇവർ ഒരുപാട് വട്ടം അമ്പലം ചുറ്റിയിട്ടാണ് വിഗ്രഹം പിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. എന്നതായാലും 12 മണിക്കാന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എല്ലാ ദിവസവും ഇവിടെ അന്നദാനം ഉണ്ടാകും. അത് ഉച്ചയ്ക്ക് 12 മണിക്കാണ് കേട്ടോ അന്നദാനം തുടങ്ങുന്നത്. എന്തായാലും അന്നദാനം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ അന്നദാനം തുടങ്ങുന്നതിന് മുന്നേ, ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ പ്രാർത്ഥന ഉണ്ടാവും കേട്ടോ. പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഇവിടെ അന്നദാനം തുടങ്ങുന്നത്. ഞാൻ തൊഴുത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്താണ് കേട്ടോ ഇവനെ കണ്ടത്. ഇവനൊരു ട്രാവലറാണ്. ഒറ്റയ്ക്ക് ഒരുപാട് യാത്രകൾ, ഒരുപാട് സ്ഥലങ്ങൾ ഇവൻ യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ അവനൊരു ചാനലൊക്കെ ഉണ്ട് കേട്ടോ, അച്ചു ട്രിപ്പ് എന്നാണ് ഇവൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ എനിക്കറിയായിരുന്നു ഇവൻ്റെ വീട് ചോറ്റാനിക്കര അമ്പലത്തിനടുത്താണെന്ന് എനിക്കറിയായിരുന്നു.
വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ യാദൃശ്ചികമായിട്ടാണ് കേട്ടോ അവൻ്റെ അമ്മേനെയും കണ്ടു കേട്ടോ. ഇതിനു മുന്നേ ഞാൻ അവനെ കണ്ടിട്ടുള്ളത് തൃശ്ശൂർ പൂരത്തിന് വന്നപ്പം ആ സമയത്ത് ഞാൻ അവനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് അറിയുന്ന 1-2 പേരൊക്കെ എന്തായാലും ഞാൻ കണ്ടിരുന്നു അവിടെ വന്നപ്പം. അങ്ങനെ എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് തൊഴാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.